എറണാകുളം കടവന്ത്രയിൽ നിന്ന് കാണാതായ സുഭദ്രയെ കൊലപ്പെടുത്തിയതാണെന്ന് സൂചന. ആലപ്പുഴ കലവൂരിലെ വീട്ടുവളപ്പിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. കലവൂർ സ്വദേശികളായ മാത്യൂസ്, ശർമിള എന്നിവരുടെ വീട്ടിൽ സുഭദ്ര എത്തിയതായുള്ള CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. ഇരുവരും ഒളിവിലാണ്. കഴിഞ്ഞ മാസം 7-ാം തീയതിയാണ് സുഭദ്രയെ കാണാതായത്. അങ്ങനെ നമ്മളിവിടെ ഒരു കഡാവർ ഡോഗിനെ ഈ മൃതദേഹം കണ്ടെത്തുന്നതിന് സഹായിക്കുന്ന ഒരു പോലീസ് നായയെ ഇന്നലെ ഇവിടെ കൊണ്ടുവന്ന് പരിശോധിപ്പിച്ചു. മായ എന്ന് പറഞ്ഞ ആ പോലീസ് നായ വളരെ വിദഗ്ധമായ രീതിയിൽ നമ്മളിപ്പം ഈ ബോഡി കണ്ട ഭാഗത്ത് അതിൻ്റെ ഒരു മുന്നറിയിപ്പ് നൽകി. തുടർന്നാണ് നമ്മളിന്ന് നമ്മുടെ അമ്പലപ്പുഴ തഹസീൽദാരുടെ സാന്നിധ്യത്തിൽ ഈ സ്ഥലം ഓപ്പണാക്കി പരിശോധിച്ചപ്പോൾ ഒരു സ്ത്രീയുടെ മൃതദേഹം ഇവിടെ കാണുന്നുണ്ട്. ഇനി അതിൻ്റെ ഫർദർ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ അന്വേഷണത്തിലേക്ക് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ബോഡി ഇപ്പം കാണാതായിട്ടുള്ള സുഭദ്രയുടെ ബന്ധുക്കൾ, മക്കൾ അടക്കമുള്ളവർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഇനി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വിവരങ്ങൾ നൽകാൻ നിഷ ദിലീപ് ചേരുന്നുണ്ട്. നിഷ, ഈ സുഭദ്രയുടേത് കൊലപാതകമാണെന്നുള്ള സൂചനയാണല്ലോ കിട്ടുന്നത്. അങ്ങനെ സംശയമുണ്ട്. പ്രത്യേകിച്ചും 2 പേർ ഒളിവിലാണ്. മാത്യൂസും ശർമിള അവരുടെ വീട്ടിൽ സുഭദ്ര എത്തിയതായുള്ള CCTV ദൃശ്യങ്ങളും പോലീസ് ലഭിച്ചു. ഇവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ? ലക്ഷ്മി, ഈ സുഭദ്രയുടെ സുഹൃത്തുക്കളും ആലപ്പുഴ കലവൂർ കോർത്തുശ്ശേരിയിൽ താമസിക്കുന്ന ദമ്പതികളായ മാത്യൂസിനും ശർമിളയ്ക്കുമുള്ള വേണ്ടിയുള്ള അന്വേഷണമാണ് സംസ്ഥാനത്തിന് പുറത്തും പോലീസ് ഊർജിതമാക്കിയിട്ടുള്ളത്. മാത്യൂസും ശർമിളയും ഒരു മാസം മുമ്പ്, അതായത് സുഭദ്രയെ കാണാതായി എന്ന് പറയുന്ന സമയത്ത് തന്നെ ഇവിടെ നിന്ന് കടന്നു കളഞ്ഞതായും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. സുഭദ്രയുടെ മൃതദേഹം പോലീസ് ഈ മാത്യുവിന്റെയും ശർമിളയുടെയും വാടക വീടിന് സമീപം നിന്നാണ് പോലീസ് കുഴിച്ചെടുത്തിട്ടുള്ളത്. ഇന്നലെ പോലീസ് നായ എത്തിച്ച് മൃതദേഹമുണ്ട് എന്ന് ഉറപ്പുവരുത്തിയിരുന്നു. അതിനുശേഷമാണ് ഇന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി തഹസീൽദാരുടെ സാന്നിധ്യത്തിൽ പോലീസ് അവിടെ കുഴിയെടുത്ത് പരിശോധിച്ച് സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല, സുഭദ്രയുടെ തന്നെ മൃതദേഹമാണെന്ന് സുഭദ്രയുടെ മക്കൾ എത്തി തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. സ്ഥിരമായി മുട്ടുവേദനയ്ക്ക് സുഭദ്ര ഉപയോഗിക്കാറുള്ള ബാൻഡ് കണ്ടതനുസരിച്ചാണ് മക്കൾ ഈ മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ജീർണിച്ചു തുടങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം. പോസ്റ്റ്മോർട്ടത്തിനായി ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കടവന്ത്ര സ്വദേശിനിയായ സുഭദ്രയെ കഴിഞ്ഞ മാസം 4-ാം തീയതി കാണാതായത്. അമ്മയെ കാണാനില്ലെന്ന് കാട്ടി മകൻ 6-ന് കടവന്ത്ര പോലീസിൽ പരാതി നൽകി. 7-ന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. സുഭദ്രയുടെ മൊബൈൽ ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം എത്തിനിന്നത് മാത്യൂസിലും ശർമിളയിലുമായിരുന്നു. മാത്രമല്ല, ഇവരുടെ മൊബൈൽ ടവർ ലൊക്കേഷനിലും ഇവർ കലവൂരിന് സമീപം എത്തിയിരുന്നതായി കണ്ടെത്തിയിരുന്നു. തുടർന്ന് ഈ അയൽവാസികളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഈ സുഭദ്ര ഇവിടെ എത്തിയതായി അയൽവാസികൾ പോലീസിന് മൊഴി നൽകി. മാത്രമല്ല, സുഭദ്രയും ശർമിളയും കൂടി നടന്നു പോകുന്ന CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. തുടർന്നാണ് അന്വേഷണം മണ്ണഞ്ചേരി പോലീസിന് കൈമാറിയതും. ഇന്നലെ പോലീസ് നായ എത്തിച്ച് നടത്തിയ പരിശോധനയിൽ മൃതദേഹം ഇവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് ഉറപ്പാക്കിയതും ഇന്ന് മൃതദേഹം പുറത്തെടുത്തതും. ലക്ഷ്മി, ഈ ഒളിവിലായിട്ടുള്ള 2 പേരും, ഈ ശർമിളയും മാത്യൂസും, ഇവരുമായി സുഭദ്രയ്ക്ക് മുൻപരിചയം ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണോ? അങ്ങനെയൊക്കെയുള്ള സൂചനകളാണോ പോലീസ് നൽകുന്നത്? പ്രാഥമിക അന്വേഷണത്തിൽ എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് ഇവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ എന്തൊക്കെയാണ് നിഷ? ലക്ഷ്മി, ശർമിളയും സുഭദ്രയും തമ്മിൽ ഏറെ വർഷങ്ങളായി പരിചയമുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ആരാധനാലയങ്ങളിലും മറ്റും ഇവർ ഒരുമിച്ചായിരുന്നു പോയിരുന്നത്. ഇടയ്ക്ക് ഈ മാത്യൂസും ശർമിളയും സുഭദ്രയുടെ കൊച്ചി കടവന്ത്രയിലുള്ള വീട്ടിൽ പോയി താമസിക്കുമായിരുന്നു. തിരിച്ച് സുഭദ്ര ഇവരുടെ വീട്ടിലും വന്ന് താമസിക്കുന്ന പതിവുണ്ടായിരുന്നു. പോലീസ് പറയുന്നതനുസരിച്ച് ഇവർ ആരാധനാലയങ്ങളിൽ മറ്റോ ആണ് പരിചയപ്പെട്ടത് എന്നും പറയുന്നുണ്ട്. ഇവർ ഒന്നിച്ച് പല ഇടങ്ങളിലും പോകാറുണ്ട്. ഒരുപക്ഷെ അന്ന് ഉണ്ടായ പരിചയം, ഇവർ തമ്മിൽ വർഷങ്ങളായി പരിചയക്കാരായിരുന്നു. ഇതിനിടയിൽ ഇവർ പിണങ്ങി ഇവർ തമ്മിൽ വീണ്ടും സുഹൃത്തുക്കളായി. സ്വർണവും പണവും ഒക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവർക്കിടയിൽ, പണമിടപാടുകളൊക്കെ ഉണ്ടായിരുന്നതായി പോലീസിന് സംശയമുണ്ട്. എന്തായാലും കാണാതാവുന്ന സമയത്ത് സുഭദ്രയുടെ ശരീരത്തിൽ സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് മക്കൾ നൽകിയ പരാതിയിലുണ്ട്. പോലീസും ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ സുഭദ്രയുടേതെന്ന് കരുതപ്പെടുന്ന സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ച നിലയിൽ ഉടുപ്പിയിൽ നിന്നും കണ്ടെത്തിയതായും പോലീസ് പറയുന്നുണ്ട്. എന്തായാലും ഇവർ തമ്മിൽ പരിചയമുണ്ട്, ഇവർ സുഹൃത്തുക്കളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ വീട്ടുകളിൽ താമസിക്കാറുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് അന്വേഷണം ഈ പ്രതികൾ എന്ന് പോലീസ് സംശയിക്കുന്ന ഏതാണ്ട് സ്ഥിരീകരണവും വന്നിട്ടുണ്ട്. കാരണം ഈ സുഭദ്രയെ കാണാതായ സംശയം ഉണ്ടായി
പോലീസ് അന്വേഷണം നടക്കുന്ന സമയത്ത് തന്നെ മാത്യൂസും ശർമിളയും ഇവിടെ നിന്ന് കടന്നു കളഞ്ഞതായാണ് പോലീസ് നൽകുന്ന വിവരം. 3 ആഴ്ച മുമ്പ് തന്നെ ഇവർ ഇവിടെ നിന്ന് പോയി. കാരണം പോലീസ് ഇത്തരത്തിലൊരു അന്വേഷണം നടത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ സമയം തന്നെ മാത്യൂസും ശർമിളയും കടന്നു കളഞ്ഞു എന്ന് പോലീസ് പറയുന്നുണ്ട്. എന്തായാലും പ്രതികളെന്ന് സംശയിക്കുന്ന ഇവർക്കായി സംസ്ഥാനത്തിന് പുറത്തും പോലീസ് അന്വേഷണം വ്യാപകമാക്കിയിട്ടുണ്ട്. പോലീസിന്റെ പ്രാഥമിക നിഗമനം അനുസരിച്ച് സ്വർണം കൈക്കലാക്കാനുള്ള ഒരു ശ്രമത്തിനിടയിലാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും പോലീസ് പറയുന്നുണ്ട്. ലക്ഷ്മി. ശരി, നിഷയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.